ഒരു 50 വയസ്സുള്ള ഹൃദ്രോഗി ഒരു കൊളസ്ട്രോളിൻ്റെ റിപ്പോർട്ടുമായിട്ട് ഒ പിയിലേക്ക് വരുന്നു. ടോട്ടൽ കൊളസ്ട്രോൾ 250, LDL കൊളസ്ട്രോൾ, അതായത് നമ്മുടെ വില്ലൻ കൊളസ്ട്രോൾ 200. ഗുളിക കഴിക്കണമല്ലോ ഡോക്ടറെ. ശരി, ഗുളിക കഴിച്ച് നോക്കാം. കഴിച്ചു, കൊളസ്ട്രോൾ കുറയുന്നില്ല. ഡോക്ടർ കൊളസ്ട്രോളിന് ഒരു ഇഞ്ചക്ഷൻ നൽകി. ഒരു വാക്സിൻ എടുക്കുന്ന പോലെ, കൊറോണയ്ക്ക് വാക്സിൻ എടുക്കുന്ന പോലെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു, കൊളസ്ട്രോൾ കുറയുന്നു. അങ്ങനെ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്നതിന് പകരം നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. ഒരു വാക്സിൻ എടുക്കുന്ന പോലെ ഡോക്ടറെ അടുത്ത് ഒ പിയിലോ ചെല്ലുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു. അതെ, ഇന്നിപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ 2 തരം ഇഞ്ചക്ഷൻ ലഭ്യമാണ്. ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് എവലോസുമാബ് എന്ന് പറയും, മറ്റൊന്ന് ഇൻഗ്ലിറിസാൻ എന്ന് പറയും. ഇവ രണ്ടും 2 രീതിയിലാണ് എടുക്കുന്നത്. ഒന്നാകട്ടെ മാസത്തിൽ 1 എടുക്കുന്നു, മറ്റൊരാളാകട്ടെ 6 മാസത്തിലൊരിക്കലും എടുക്കുന്നു. അപ്പോൾ സുഖമല്ലേ? 6 മാസത്തിലൊരിക്കൽ ഡോക്ടർ ചേംബറിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ പോകുന്നു, കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഇനി ഗുളികയൊന്നും കഴിക്കേണ്ട. പക്ഷേ അവിടെ നിൽക്കൂ, എടുക്കാൻ വരട്ടെ. എല്ലാവർക്കും ഇത് നിർദ്ദേശിക്കാറായിട്ടില്ല. നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഈ ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് എടുക്കാമോ അതോ ഗുളികയാണോ വേണ്ടത്. താങ്ക് യു.